ഹലോ കിലാട് തിപ്പന്തിലേക്ക് സ്വാഗതം. കിലാട്ടിലെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ വേറെ നിലയിലുള്ള പനിയൊക്കെ വന്ന് കിടന്നു. അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരുൺ ജെ അറിയില്ല, അരുൺ ജെ 224 നമ്മുടെ എന്താ വെച്ചാൽ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന നമ്മുടെ അരുൺ ജെ ഫണ്ണി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അരുൺ ജെ ഒരു ഫാമിലിയൊക്കെ ഉണ്ട് കിലാട്ടില്ല. അതിന് അരുൺ ജെ പിന്നെ അരുണിൻ്റെ ഇതിന് വരുന്നതെന്ന് എനിക്കറിയില്ല കിലാട്ടറെ. പിന്നെ ഫാമിലി അച്ഛൻ അമ്മ എല്ലാവരും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആക്ട് ചെയ്യണം കിലാട്ടറെ. ഫുൾ കോമഡിയാണ് കണ്ടന്റൊക്കെ. ഇതിങ്ങനെ പീക്ക് ലെവലാണ്, മനസ്സിലാവും. സൂപ്പർ കണ്ടന്റുകൾ പറഞ്ഞാൽ സൂപ്പർ കണ്ടന്റാണ് അവിടെ. അപ്പോൾ എന്താ ചോദിച്ചാൽ അവർ ഷോർട്സിന്നും എല്ലാത്തിനും റീൽസിന്നും എല്ലാത്തിനും വരുമാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറയാൻ വന്നതില്ല, അത് വേറൊന്നുമല്ല. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ വ്ളോഗും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു 4 ദിവസം ആയിട്ടുള്ള എനിക്ക് ഇന്നാണ് സ്പെഷ്യലിസ്റ്റ് വന്നത്. അതായത് ഇന്ന് വന്നതല്ല, നമ്മൾ പനി വന്ന് കിടപ്പില്ലായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. എന്താ വെച്ചാൽ ഇന്ന് വീഡിയോ ചെയ്താലും ഇതൊരു സംഭവം പ്രശ്നം തന്നെയാണ്, പൊതു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നം തന്നെയാണ്. അവരതിനെ ചൊല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ തൊഴിലാളി യൂണിയൻ, മനസ്സിലായില്ലേ, യൂണിയൻ നമ്മുടെ ലോഡിംഗ് ഒക്കെ പറയില്ലേ, അതുപോലെ യൂണിയൻകാരുടെ പ്രശ്നം. എന്താ യൂണിയൻകാരുടെ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അവർക്ക് എന്താ വെച്ചാൽ യൂണിയൻകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടേക്കൊക്കെ സാധനങ്ങളൊക്കെ വന്നാൽ പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കുക, അതിനുള്ള പൈസ മേടിച്ചിട്ട് പോവുക. ചിലവിടെ ഭയങ്കരമായ രീതി നടക്കുന്നുണ്ട്, നോക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ വഴിക്ക് പോട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്ത് ചെയ്യില്ല, നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പറയുകയാണെങ്കിലൂടെ നമ്മൾ പ്രതികരിക്കുന്നത് നമുക്ക് അവർ കയ്യേറ്റം ചെയ്യും. ചിലവിടേക്ക് ഗുണ്ടായിസാണ്, കേട്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ സംഭവമാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ അരുൺ ജെ എന്ന ആളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ മെറ്റീരിയൽസ് ഒക്കെ വരുമല്ലോ. ഇപ്പോൾ കട്ടയാണെങ്കിൽ കട്ട, ഹോളോ ബ്രിക്സ്, അല്ലെങ്കിൽ കമ്പി, അങ്ങനത്തെ സിമെൻറ്റ്, അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെ വരും. അപ്പോൾ ഇറക്കാൻ അവരുടെ നാട്ടുകാരനെ ഉണ്ടാവും. നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻകാർ, മനസ്സിലല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഫസ്റ്റ് ഈ നമ്മുടെ ഈ വീട് കെട്ടുന്ന സമയത്ത് ഈ ഹോളോ ബ്രിക്സ് ഒക്കെ വരുമല്ലോ, കല്ല് വന്ന സമയത്ത് ഒരു കല്ലിന് 8 രൂപ എത്ര വെച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കല്ലിന് കേട്ടല്ലേ, അവിടെ നല്ല വിലയായിരിക്കട്ടെ, ഞങ്ങളുടെ കുറവാണ്. ഒരു കല്ലിന് 8 രൂപ എത്ര വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇറക്കണത് കൊണ്ടായിരിക്കാം, മനസ്സിലായില്ലേ. ഓക്കെ, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം ടിപ്പറിൽ വന്നു, അത് തട്ടുകയാണ്. അത് ഇവരെങ്ങനെ പൈസ വേണമെന്ന് പറയും? നിങ്ങളതിന് പറയില്ലല്ലേ, അതിലെവിടെ ന്യായമുള്ളത്? അപ്പോൾ അതിനെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ അരുൺ ചെയ്ത ഒരു പ്രശ്നം ഉണ്ടായി. സംഭവം വീഡിയോ ഒക്കെ വീഡിയോ എടുത്തത് കൊണ്ടാണ് നമ്മൾ അറിയണത്, മനസ്സിലായില്ലേ. അപ്പോൾ എന്താ സംഭവിച്ചു, ഇവർ പറയുന്നത് ഇപ്പോഴും അത് ഇപ്പോൾ വീടിന് കോമ്പൗണ്ടിലേക്ക് തട്ടിയ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കോമ്പൗണ്ടിലേക്ക് കയറി നമുക്ക് ഇറക്കാൻ സമ്മതിക്കില്ല. സത്യം പറയില്ല. ഇപ്പം നമ്മൾ ഇറക്കുകയാണെങ്കിൽ കൂടി അവർ നമ്മൾ ഇറക്കി കഴിഞ്ഞാലും അവർ പൈസ മേടിച്ചിട്ട് പോകും. അതങ്ങനെയാണ് ഏത് നാട്ടിലാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സാധനം വന്നു, ഇപ്പോൾ കട്ട അല്ലെങ്കിൽ സിമെന്റ് വന്ന് ഇറക്കണോ, അത് ലോഡിക്കാരും കണ്ടു, നിങ്ങൾ ഇറക്കിക്കോളും, കുഴപ്പമില്ല. പക്ഷേ എന്താണ്, അവരുടെ കൂലി മേടിച്ചിട്ട് ഉറപ്പായി പോകും. അതാണ് സംഭവം, മനസ്സിലായില്ലേ. അപ്പോൾ എന്ത് ചോദിച്ചു പിന്നെ ഓരോ എന്താ പ്രശ്നം ലീഡറെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തൊഴിലിനെയും അതിൻ്റെ ഓരോ ആൾക്കാരുണ്ടാവില്ല, അതുപോലെയാണ് ഇവരും. പക്ഷേ ഇവർ ചിലവിടെ കുറച്ച് കൂടുതലാണ് ലീഡർ. ഞാൻ പറഞ്ഞു ഗുണ്ടായിസം വന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ആളെ ടിപ്പറിൽ ഹോളോബ്രിക്സ് എന്താ വന്ന് ഉള്ളി കയറ്റി തട്ടുമ്പോൾ അവർ പറയുന്നത് തട്ടുകയാണെങ്കിലും പൈസ വേണമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ വെളിയിൽ തട്ടുകയാണെങ്കിൽ പൈസ വേണമെന്നാണ് പറയുന്നത്. അതിലെവിടെ ന്യായം? നിങ്ങൾ പറ, അതിലെവിടെ ന്യായം ഉള്ളത്? എൻ്റെ ഒരു ഡിക്ഷണറി പറയുന്നത് ന്യായമില്ല ഇതിലോട്ടല്ല. എന്ന് വെച്ചാൽ തട്ടുകയാണ്, ഇവർ ഇറക്കുക പോലും ഇല്ല, മനസ്സിലായില്ലേ. ഇവർ ഇറക്കുക പോലും ഇല്ല. ടിപ്പറിലൊന്നും തട്ടാണ്. ടിപ്പർ എന്നൊരു മെഷീനാണ്, മനസ്സിലായി. ആ മെഷീനിലൊന്നും തട്ടുന്നു ഒരു മാൻ പവർ യൂസ് ചെയ്യണം, മനസ്സിലായി. ഇപ്പം മനുഷ്യന്മാർക്ക് ഒരു പവറും അത് യൂസ് ചെയ്യില്ലെങ്കിൽ ആരൊക്കെ ഇറക്കുകയാണ് അല്ലെങ്കിൽ ആരൊക്കെ സഹായിക്കേണ്ട വെച്ചാൽ കുഴപ്പമില്ല. ഇതൊരു പരിപാടിയില്ല. വന്ന് തട്ടുന്നതിന് ആൾ പൈസ വേണമെന്ന് പറയുന്നത് അവർ, മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ഒരു 11 മിനിറ്റിൻ്റെ വീഡിയോ നമുക്ക് ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരില്ല. എന്ന് വെച്ചാൽ അവർ ഭയങ്കര പ്രശ്നം, എന്താ വെച്ചാൽ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പിന്നെ പ്രശ്നം കോംപ്രമൈസ് ആക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. ഈ കട്ടയ്ക്ക് പൈസ വേണ്ട, ഇനി വരുന്ന സാധനം എന്താണെങ്കിലും ഞങ്ങൾ ഇറക്കുന്നതൊക്കെ അവർ പറയുന്നത്. എന്തായാലും വീഡിയോ കാണില്ല എന്ന് ഞാൻ ബാക്കി പറയാം. പൈസ നമ്മൾ പറഞ്ഞിട്ടുള്ള പൈസ അത് നമ്മൾ ഇല്ലാന്ന് പറഞ്ഞാൽ 4 രൂപ പോയത് ഈ വലിയ കല്ല് എവിടെയാണ് നടക്കുന്നത്? കേട്ടോ എനിക്ക് ഞാൻ ന്യായമില്ലാത്തല്ലോ മാമ, ഞാൻ അവിടെ ചെന്ന് മാമ തന്നെയാണ് പറഞ്ഞത് അവിടെ പോയി തിരക്കാൻ പറഞ്ഞത്. ന്യായമാണെന്ന് അത് ഞാൻ എനിക്ക് മാത്രമായിട്ടല്ല, ഞാൻ അത് പോയി തിരക്കിയ കാര്യമാണ്. അത് ചാന്നാൻ സ്കാറ്റേഡ് കൂലി റേറ്റ് ആയതുകൊണ്ട് ഇല്ല. അങ്ങനെയാണ് ഞാൻ നമ്പർ തരാം. നിങ്ങളത് വിളിച്ച് തിരക്ക്. എന്റെ ആവശ്യമായിട്ട് ഞാൻ പോയി തിരക്കിയില്ലേ, ഞാൻ പോയി തിരക്കി. ലേബർ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് 4:30. അത് മാത്രമല്ല എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞാണ് നിങ്ങൾക്ക് തട്ടാമെന്നുള്ളത്. അവർ പറഞ്ഞ സാധനം ഞാൻ റെക്കോർഡ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലേബർ ഓഫീസർ ഞാൻ ഇത് പോയി തിരക്കിയിട്ട് വന്നത് 2-3 ദിവസം ഞാൻ ഇതിനു വേണ്ടി പണി നിർത്തി വെച്ചാണ്. പിന്നെന്തോ ഇപ്പൊ എന്തോ ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച മാമന്മാർക്ക് പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ റേറ്റിന് ഇങ്ങനെ പ്രശ്നമുണ്ട്. കേട്ടില്ല, ബില്ലിന്റെ പൈസ അല്ല. ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റിയാണ് തിരക്കാൻ വേണ്ടി പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചാണ്. ഇത് ഈ ഒരാഴ്ച കൊണ്ട് പണിയൊന്നും വെച്ചില്ലല്ലോ. ഇതിനെപ്പറ്റി ഞാൻ തിരക്കാൻ പോയി തിരക്കി. ചാന്നങ്കര സ്കാറ്റേഡ് കൂലിയിലാണ് വരുന്നത്. ചാന്നങ്കര പദ്ധതി ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകിച്ചുള്ള കൂലി ഏർപ്പാടാക്കിയിട്ടില്ല ചാന്നങ്കരയിൽ.
അപ്പോൾ അത് പ്രകാരമുള്ള കൂലി കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത ശരിയാണ് 8 രൂപ 27 വെച്ച് 1420 കല്ലിന് ഏകദേശം 12,000 രൂപ തന്നിട്ടുണ്ടല്ലോ. എന്റെ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞാണ് ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതിനെ പറ്റി തിരക്കി വെക്കാം. അതിന് ഞാൻ തിരക്കി ശരിയാണ് 4 രൂപ 30 സ്കാറ്റേർഡ് കൂലി. അത് മാത്രമല്ല ഇവിടെ കല്ല് തട്ടുന്നതിന് യാതൊരു കുഴപ്പമില്ലാന്ന് ലേബർ ഓഫീസിന്റെ അകത്ത് കയറ്റണമെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ഒരു പേപ്പർ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം. ഇല്ല ഞാൻ പറയാം, വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ച് തിരക്കും. അതെവിടെ? പക്ഷേ എനിക്ക് ഇപ്പൊ ടിപ്പറിൽ കൊണ്ട് തട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ അത് അതിനെപ്പറ്റി തിരക്കി ഗവൺമെന്റിന് അവിടെ അവർ അകത്ത് കേട്ടണോ നിർബന്ധം ഇല്ലെന്ന്. ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾ കേട്ട് നോക്ക്. ലേബർ ഓഫീസർ പറയുന്നത് കേൾക്കണ പ്രാന്താണെന്ന്. ചെറിയ കീഴ് തന്നെയാണ്. അയാൾക്കറിയാതെ എന്ത് റൂള് മാമ? അയാൾക്ക് അറിഞ്ഞൂടാ എങ്ങനെ? ശരി മാമ പേര് കാടുള്ള ആളല്ലേ നിങ്ങൾ? അങ്ങനെയല്ല, മെഷീനുകൾ ഉപയോഗിച്ച് ഇറക്കാവുന്ന ഇറക്കിക്കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കോമ്പൗണ്ട് വണ്ടി ഇപ്പൊ ടിപ്പറിൽ എനിക്ക് തട്ടാമെങ്കിൽ തട്ടാം, അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, പിന്നല്ല അത് ഞാനാ ഉണ്ടാക്കിയത്. നേരത്തെ 827 വെച്ച് വാങ്ങിച്ചു, ഇരട്ടിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. 690 827 വെച്ചിട്ട് മേടിച്ചു, ഇപ്പൊ അങ്ങനെ 690. 5 രൂപ അതെങ്ങനെ? ശരി 827 വെച്ച് ഞാൻ തന്നത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ ശരി ഞാൻ തന്ന് നിങ്ങൾ സമ്മതിച്ചാണല്ലോ. നിങ്ങൾ പദ്ധതി ഏർപ്പാടാക്കിയ കൂലിയാണ് കൊണ്ട് കാണിച്ചത്. എന്റെ കയ്യിൽ ഇരുന്നത് പദ്ധതി ക്ഷേമനിധിയിലെ സാധനമാണ് ഞാൻ കൊണ്ടിറങ്ങി. നിങ്ങളുടെ പദ്ധതി തന്നെ, പക്ഷേ ഈ ഏരിയ അതല്ല. ഇത് ബോർഡിലല്ലോ. ഇതെന്തായാലും സ്കാറ്റേർഡ് കൂലിയിൽ വരുന്ന സ്ഥലമാണ്. ഞാനല്ല നിശ്ചയിച്ചത്. ഈ 2 ദിവസം ഞാൻ ഇത് കയറി ഇറങ്ങി തിരക്കിയ കാര്യമാണ്. അത് അവരുടെ എന്റെ അടുത്ത് ഇന്നലെയും ചോദിച്ചതാണ്. അവരെന്റെ അടുത്ത് ചോദിച്ചാൽ അത് ഞാൻ കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അതെന്റെ അടുത്ത് കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാർഡൊക്കെ സസ്പെൻഡ്. ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ താല്പര്യമില്ല. അതെനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ആ കമ്പിക്കാണ് പറഞ്ഞത്. കമ്പിക്ക് നിങ്ങൾ കണ്ണിന് 600-700 രൂപ പറഞ്ഞ ഇല്ല. അല്ല നമ്മൾ ഈ പ്രശ്നം തുടങ്ങിയപ്പോഴേ കമ്പി ഇറക്കിയ സമയത്ത് കണ്ണിന് 480 രൂപ ഉള്ളപ്പോൾ നിങ്ങൾ 600 അത് ഞാൻ നിശ്ചയിച്ചില്ല. അതായിട്ടുള്ളതാണ്. 5 രൂപയ്ക്ക് നിങ്ങൾ അത് റെസിപ്റ്റ് ആക്കി തരൂ. എനിക്കിപ്പോ കംപ്ലൈന്റ് സത്യം നേരമില്ല. എനിക്ക് നേരമില്ല, അതിന്റെ പുറകെ നടക്കാൻ സമയമില്ല. വായിച്ചു നോക്കും. ഇതാണ് ഗവൺമെന്റ് ഇറക്കിയ പേപ്പർ എന്ന് പറയുന്ന സാധനം. അത് ആ പേപ്പറിലുള്ള സാധനം അതിനകത്തുണ്ട്. ടിപ്പർ മെഷീനല്ലേ ആണോ? ടിപ്പർ മെഷീനാണോ? അപ്പൊ അതാണ് ഇതിലുള്ളത്. നമ്മൾ കുറച്ച് നേരം പ്ലേ ചെയ്തുള്ളൂ, മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. മനസ്സിലായി, ഉള്ളിൽ കൊണ്ട് തട്ടുകയാണെങ്കിൽ കോമ്പൗണ്ടിൽ തട്ടുകയാണെങ്കിൽ കൂടി പൈസ അവർ വേണമെന്ന് പറയുന്നത്. ഫസ്റ്റ് തട്ടിച്ചപ്പോൾ ഏകദേശം 8 രൂപ 60 പൈസ എത്ര മേടിച്ചു, മനസ്സിലായില്ലേ? ഇരട്ടി. ഇപ്പൊ അവർ പറയുന്നത് 4 രൂപ, അതിന്റെ പാതിയില്ലല്ലോ, മനസ്സിലായി. 8 രൂപയുടെ 60 പൈസ പറയുമ്പോൾ 4 രൂപ 30 പൈസ വേണമെന്ന് അവർ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ തട്ടുകയാണെങ്കിൽ കൂടി ടിപ്പർ എന്ന മെഷീൻ ഉപയോഗിച്ച് തട്ടുകയാണെങ്കിൽ കൂടി ഇവർക്ക് പൈസ വേണം. ഇതാണ് സംഭവം. ഇല്ലാതല്ല, മനസ്സിലായി. എന്താ വെച്ചാൽ യൂണിയൻ എന്ന പേരിൽ ഇപ്പോഴും ചിലവിടേക്ക് ഗുണ്ടായിസം കാണിക്കുന്നുണ്ട്. ഞാനും കുറെ അവിടേക്ക് പോയ സമയത്തൊക്കെ കുറെ അവിടെ പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഇവർ തട്ടുകയാണെങ്കിൽ കൂടി ഇല്ല. ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ ഈ കല്ല് കൊണ്ടുവന്ന് തട്ടുക അല്ലെങ്കിൽ വേറെ കൊണ്ട് തട്ടുകയാണെങ്കിൽ കൂടി ഇവർക്ക് പൈസ വേണം. എന്തോന്നടി ഇത് നിയമം ചോദിക്കട്ടെ. ഇതാണ് കേട്ടോ, മനസ്സിലായി. ചിലവിടെ ഗുണ്ടായിസമാണ്. അപ്പൊ മനസ്സിലായില്ല. അത് വെച്ചാൽ അവസാനം നമ്മുടെ അരുൺ നമ്മുടെ സക്സസ് ആവും. സക്സസ് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയും അത് വേണ്ട, കുഴപ്പമില്ല, ഇനി ഈ കല്ലിന് നമ്മൾ പൈസ വാങ്ങുന്നില്ല, ഇനി സംഭവം എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് പൈസ വാങ്ങുന്നൊക്കെ പറയേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ അതെന്താ ചോദിച്ചാൽ അതാണ്, അങ്ങനെ റൂൾസ് ഇല്ല. മനസ്സിലായി. ഉള്ളിൽ കൂടെ തട്ടുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ മനസ്സിലാക്കിയോ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളോട് സാധനങ്ങളോട് തട്ടുകയാണ് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻകാർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിലല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് അതിനെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ അതിനെതിരെ പ്രശ്നം വരയ്ക്കുന്നത് അവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അവർക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർ നിയമം പറയാൻ പോയി ചിലപ്പോൾ നമ്മൾ പോലീസിന്റെ നിയമം പറയുന്ന പോലെയാണ്, മനസ്സിലായില്ലേ? നമുക്ക് ആദ്യം തരും, എന്തിനായിരിക്കും ചിലപ്പോൾ അവർ തിരിച്ച് നമ്മളത് ചോദിക്കുക. അതുപോലെ ഇലക്കിലടല്ല എന്താ വെച്ചാൽ ഗുണ്ടായിസം പോലും സംഭവം, മനസ്സിലായില്ലേ? യൂണിയൻകാർക്ക് പറഞ്ഞാൽ ചിലവിടെ എല്ലാവിടെ ഇല്ല, ചിലർ നല്ല മനുഷ്യന്മാരുണ്ട്. അപ്പൊ അതാണ് ഇല്ലത്. അപ്പൊ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ അരുൺ ജെ അവസാനം പറഞ്ഞ ചെക്കനെ റീൽ ചെയ്യാൻ മാത്രമല്ല, ചെക്കനെ അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിവ് നോളജ് ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ റീലിൽ കാണുന്ന ആൾക്കാരല്ല റിയലിൽ, മനസ്സിലായില്ലേ? റിയൽ വേഴ്സസ് റിയൽ എന്നൊരു ലോകമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. എന്തായാലും അരുൺ ജെ ഫൈനലി ജയിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മുടെ പൈസയുടെ നമ്മളത് കഷ്ടപ്പെട്ട് ഇപ്പൊ സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? ഒരു സാധാരണക്കാർ ജീവിക്കണമെങ്കിൽ സാധാരണക്കാർ വീട് കിട്ടുന്ന സമയത്ത് അവർ തന്നെ മനസ്സിലായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർ മുടക്കം വയ്ക്കാൻ ഉണ്ടാവും, 100% ഉറപ്പ്. നമ്മുടെ പൈസ എങ്ങനെയൊക്കെ തട്ടി മേടിക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ അവർ സാധാരണക്കാരായിരിക്കും. പക്ഷെ അവരെങ്ങനെ വിചാരിക്കില്ല ഇനിയിപ്പോൾ അവർക്കും വീട് പണിക്ക് വരും, അപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം.
ഇപ്പോൾ അത്രേ ഉള്ളൂ.